ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് അഞ്ജൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സ്വീകരണങ്ങളും ഷോകളും രേണു സുധിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധി ദുബായിൽ ഒരു ഇനാഗുറേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് റീ എൻട്രി സമയത്ത് നമ്മുടെ രേണു സുധി അവിടെ വസീകര എന്നൊരു പാട്ട് പാടി. അത് നല്ല റീച്ച് കിട്ടിയിരുന്ന ഒരു പാട്ടായിരുന്നു. അതേ പാട്ട് തന്നെ നമ്മുടെ ഈ ഇനാഗുറേഷൻ വേദിയിൽ രേണു സുധി പാട്ട് പാടുക മാത്രമല്ല ഡാൻസ് ചെയ്തും കൂടെ ആളുകളെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു ഈ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിലെത്തുമ്പോൾ നമ്മുടെ മീഡിയക്കാർ രേണുവിനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് രേണുവിൻ്റെ വിവാഹത്തെപ്പറ്റി. രേണു സുധി മീഡിയകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. 2 വർഷത്തിനകത്ത് തൻ്റെ വിവാഹം കാണും. ആ വീട് കുട്ടികൾക്കുള്ളതാണ്, അല്ലാതെ തനിക്കുള്ളതല്ല എന്നും രേണു ഇതിൽ നിന്ന് പറയുന്നുണ്ട്. പിന്നീട് രേണു പറയുന്നുണ്ട്, ഞാൻ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കൂ. പിന്നീട് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, രേണു സുധി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഉദ്ഘാടനങ്ങളും മറ്റുള്ള ഷോകളും കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപും തനിക്ക് റീച്ച് ഇല്ലായിരുന്നോ എന്നാണ് രേണു സുധി മീഡിയക്കാരോട് ചോദിക്കുന്നത്. തനിക്ക് മാത്രമല്ല, ബിഗ് ബോസിൽ നിന്നിറങ്ങിയ എല്ലാ മത്സരാർത്ഥികൾക്കും അവരവരുടേതായ ഷോകളും ഉദ്ഘാടന വേദികളും കിട്ടുന്നുണ്ടെന്നും രേണു സുധി പറഞ്ഞു.